ഇപ്പോൾ നമ്മോടൊപ്പം VK പ്രശാന്ത് MLA ചേരുന്നു. VK പ്രശാന്തിന് ഒരുപക്ഷെ അഭിമാനിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വ്യസനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം 2019 ഒക്ടോബർ 19 അന്ന് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. VK പ്രശാന്തിന് വേണ്ടി VS അച്യുതാനന്ദൻ കുറവൻകോടം ജംഗ്ഷനിൽ ഒരു പൊതുയോഗം പങ്കെടുത്തു. VS പങ്കെടുത്ത ഒരുപക്ഷെ അവസാനത്തെ പൊതുയോഗം. അതിനുശേഷം അദ്ദേഹം പങ്കെടുത്തത് പുന്നപ്പറ അനുസ്മരണ ചടങ്ങിലാണ്. എങ്ങനെ കാണുന്നു ശ്രീ VK പ്രശാന്ത് VS എന്ന നേതാവിനെ, അദ്ദേഹത്തിന് അന്നത്തെ പൊതുയോഗത്തെ? അല്ല, തീർച്ചയായിട്ടും അന്ന് വട്ടിയൂർക്കാവിൽ 3ാം സ്ഥാനത്തായിരുന്ന LDF ജയിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേയറായിരുന്ന അന്ന് എന്നെ രാജിവെച്ച മത്സരത്തിന്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം ശാരീരിക അസ്വസ്ഥത കാരണം പൊതുപരിപാടിയിൽ പങ്കെടുക്കാറില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹബുദ്ധിയെ പറഞ്ഞ് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഏതാണ്ട് 3 മിനിറ്റ് ആണ് അദ്ദേഹം ആ യോഗത്തിൽ പ്രസംഗിച്ചത്. കാരണം അതിന് ശാരീരികമായ അവശതയായിരുന്നു. പക്ഷേ വിജയിപ്പിക്കൂ 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 എന്ന് അദ്ദേഹത്തിന്റെ അതെ, വലിയ ആൾക്കൂട്ടമായിരുന്നു. വലിയ ആവേശം ഉണ്ടാക്കി. ഒരു ഇടവേളയ്ക്ക് ശേഷം VS വന്ന ഒരു പരിപാടി എന്ന നിലയ്ക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ സൃഷ്ടിച്ച ഓളം ആ വട്ടിയൂർക്കാവ് 3ാം സ്ഥാനത്ത് നിന്നും പിടിച്ചെടുക്കാൻ വരെ സഹായകരമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആവേശമായിരുന്നു. അതിനുമുമ്പ് അങ്ങ് എനിക്ക് തോന്നുന്നു SN കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ VS വന്നിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നേരത്തെ ഞാൻ SFIയുടെ ഒക്കെ ഭാരവാഹി ആയിരുന്ന സമയത്ത് സെന്റ് സേവിയേഴ്സ് കോളേജിലെ പരിപാടിക്ക് വന്നിട്ടുണ്ട്, SN കോളേജിലെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. നേരത്തെ മേയറായിരിക്കുമ്പോൾ നിരവധി പരിപാടികൾ. ഇപ്പൊ ഞാനിപ്പോ ഓർമ്മിക്കുന്ന നമ്മുടെ ചിത്രയിരുന്നാൾ പാർക്ക്, ആ പാർക്കിന്റെ ഉദ്ഘാടന ദൃശ്യങ്ങൾ VSന്റെ പഴയ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ ചാനലൊക്കെ പ്രത്യേകിച്ചും അന്ന് ആ ഒരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടൊക്കെ ഉള്ള ഒരു അലങ്കാരമൊക്കെ നടത്തിയ ഒരു പരിപാടി, ഗ്രീൻ എക്സ്പോ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നു. അന്ന് VS വളരെ കൗതുകപൂർവ്വം എല്ലായിടത്തും നടന്നു കാണുകയും ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തത് തീർച്ചയായിട്ടും അന്ന് വലിയ ആവേശം നഗരത്തിലാകെ ഉണ്ടാക്കി. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ആ ഒരു ഉദ്യമത്തെ ഏറ്റവും നന്നായി കണ്ടു. ഗ്രീൻ പ്രോട്ടോകോൾ പോലുള്ള കാര്യങ്ങൾ പരിപാലിക്കുന്നതിന് നല്ല ശ്രമം നടത്തി. അപ്പോൾ VS എല്ലാ മേഖലയിലും ഇടപെട്ടു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് പരിസ്ഥിതി മേഖല ആയിക്കോട്ടെ, സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, അതാണ് അദ്ദേഹത്തിനെ ജനങ്ങളെല്ലാവരും സ്നേഹിക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ വന്നിട്ടുള്ള ജനങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ആൾക്കാരും വരികയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ മാത്രമല്ല, പൊതുജനങ്ങളാകമാനം VSനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അത് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഇത്തരം മനുഷ്യത്വപരമായ ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേട്ടമാണ്. ഒരു പകരക്കാരൻ ഉണ്ടാകുമോ ഇങ്ങനെ ഒരു നേതാവ്? അല്ല, തീർച്ചയായിട്ടും. നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ EMS മരിക്കുമ്പോൾ പുതിയ ആളുകൾ വരും, നയനാര് മരിക്കുമ്പോൾ പുതിയ ആളുകൾ വരും. അപ്പോൾ ഓരോരുത്തരും മൺമറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊടി ഏറ്റെടുക്കാൻ പുതിയ ആളുകൾ വരും. അപ്പൊ അതുകൊണ്ട് VS ഉണ്ടാക്കിയിട്ടുള്ള ആവേശവും ഉത്സാഹവും കമ്മ്യൂണിസ്റ്റ് ബോധ്യവും ഒക്കെ വരും തലമുറയ്ക്ക് ഉണ്ടാകും. അത് അദ്ദേഹത്തോടുകൂടി മൺമറഞ്ഞു പോവുകയില്ല. എങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ഒരാൾ തീരുമ്പോൾ എല്ലാ പാർട്ടി തീരണ്ടേ? അപ്പൊ അങ്ങനെയല്ല. ഓരോ തലമുറ കൈമാറി ആ കമ്മ്യൂണിസ്റ്റ് പതാക കൊണ്ടുപോവുക, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. തലമുറയുടെ വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാവും. VS അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ കർഷക തൊഴിലാളി പ്രശ്നങ്ങളും കയർ തൊഴിലാളി പ്രശ്നങ്ങളും അല്ല ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ടും തലമുറ മാറ്റമുണ്ട്. അപ്പോൾ പുതിയ തലമുറയിലെ നേതാക്കന്മാരും ആ മൂല്യത്തിൽ വളർന്നു വരണം എന്നുള്ളതാണ് VS അവശേഷിപ്പിക്കുന്ന ഒരു കാര്യം. അത് അങ്ങനെ തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ചെങ്കൊടി പിടിച്ചവരും അല്ലെങ്കിൽ ഈ ഇടത് മനസ്സുള്ളവരും മാത്രമല്ല VSനെ ആരാധിക്കുന്നതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമല്ലേ ശരിക്കും? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ പഴയ കാല രീതികളിൽ നിന്നൊക്കെ മാറി എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാനുള്ള പാർലമെന്ററി ജനാധിപത്യ രീതിയിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും സമാശ്വാസം നൽകുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ നടത്തുന്നത്. ഞാൻ അത് വിശദമാക്കുന്നില്ല. അപ്പോൾ പഴയകാല രീതികളിൽ നിന്നും മാറി പുതിയ ആളുകളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ബോധ്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അതിന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വിട്ടുപോകരുത്. ആ ഒരു കണിഷ്ഠത ഞങ്ങൾ തീർച്ചയായിട്ടും VSന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതുതന്നെയാണ് വലിയ വെല്ലുവിളി. CPM നേതാക്കൾക്ക് മുന്നിൽ, CPMൽ വരാൻ പോകുന്ന കേഡർമാർക്ക് വലിയ വെല്ലുവിളി. VS എന്ന ഒരു വിപ്ലവ നക്ഷത്രം അവശേഷിപ്പിച്ചു പോയ ചില അടയാളങ്ങളുണ്ട്. അത് പിന്തുടരുക, അതിനെ കൂടുതൽ ജ്വലിപ്പിക്കുക, വലിയ വെല്ലുവിളിയുണ്ട് CPM നേതാക്കൾക്ക്. VK പ്രശാന്ത് അതുതന്നെയാണ്. VSനും തുടർച്ചയുണ്ടാകാം, VSനെ പോലെ നേതാക്കൾ ഇനിയും ഉണ്ടാകാം. അത് ശരിക്കും വലിയൊരു പ്രതീക്ഷയാണ്. അത്തരം നേതാക്കൾ ഉണ്ടായാൽ അത് നാടിന് തന്നെയാണ് ഏറ്റവും നേട്ടമായി മാറുക. അത്തരത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നേതാവ് തന്നെയാണ് വിട പറയുന്നത്. ഇങ്ങനെ ഓരോ നേതാക്കൾക്കും, ഓരോ പ്രവർത്തകർക്കും, ഓരോ സാധാരണക്കാരനും VSനെ പറ്റി നിരവധി ഓർമ്മകളുണ്ട്, നിരവധി കാര്യങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ട്. അത്തരത്തിലൊന്നാണ് VK പ്രശാന്ത് പങ്കുവച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് VK പ്രശാന്ത് മത്സരിക്കുന്ന ആ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് 2019 ഒക്ടോബർ 19
VS അച്യുതാനന്ദൻ അപ്പോൾ പൊതുപരിപാടികളിൽ കാര്യമായി പങ്കെടുക്കുന്നയാളായിരുന്നില്ല. അനാരോഗ്യം അദ്ദേഹത്തെ ബാധിച്ചു തുടങ്ങി. ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ കാര്യമായി അലട്ടി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ VS അന്ന് നന്ദൻകോട്ടെ ആ ജംഗ്ഷനിൽ അവിടെ VSന്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. 3 മിനിറ്റ് മാത്രം നീണ്ടുന്ന പ്രസംഗം. പക്ഷേ അവിടെ തങ്ങിക്കൂടിയത് നൂറുകണക്കിന് CPM പ്രവർത്തകരായിരുന്നു. CPMന്റെ ഇടതുമുണ്ട് അനുഭാവികളായിരുന്നു. VSന്റെ ആരാധകരായിരുന്നു. അവരെ കോരിത്തെരിപ്പിച്ച പ്രസംഗത്തോടു കൂടിയാണ് VS അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. അന്ന് ആരും കരുതിയിരുന്നില്ല ഇതാകുമോ ഒരുപക്ഷെ VSന്റെ അവസാന രാഷ്ട്രീയ പ്രസംഗം. അതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹം ഒക്ടോബർ 22-ാം തീയതി പുന്നപ്രയിൽ സാധാരണ ഈ പുന്നപ്ര സമരത്തിന് ശേഷം അദ്ദേഹം എല്ലാ അനുസ്മരണ ദിനങ്ങളിലും അദ്ദേഹം അവിടെ ദീപശിഖ കൈമാറാറുണ്ടായിരുന്നു. അതിന് അദ്ദേഹം എത്തി. അതിനുശേഷം VSനെ പൊതുമണ്ഡലത്തിൽ കേരളം കണ്ടിട്ടില്ല. ചില ഫേസ്ബുക്ക് കുറിപ്പുകളിൽ ഒതുങ്ങി VSന്റെ രാഷ്ട്രീയ ഇടപെടൽ, ചില വിമർശനങ്ങൾ പലപ്പോഴും സർക്കാരിനെതിരെ പോലും ഉണ്ടാക്കാൻ VS അന്ന് മടിച്ചില്ല. അത്തരമൊരു VS ആണ് ഇന്ന് വിട പറയുന്നത്. അങ്ങനെ ഒരു നേതാവാണ് വിട പറയുന്നത്. എത്ര പതിയെയാണ് ഈ ഒരു വിലാപയാത്ര നീങ്ങുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് കൃത്യം 2 മണിയോടുകൂടി ആരംഭിച്ച വിലാപയാത്ര ഇപ്പോഴും PMG ജംഗ്ഷൻ പിന്നിട്ട് പട്ടം മരപ്പാലത്തിനടുത്തേക്ക് എത്തുന്നു. ഈ എത്ര സമയം വേണം ഇവിടെ ഇത് കടന്നു പോകാൻ? ഇങ്ങനെ ജനങ്ങൾ ഈ സ്നേഹവായ്പുമായി വികാര വായ്പുമായി തങ്ങൾ ജനനേതാവിനെ യാത്രയാക്കാൻ നിന്നാൽ ഒരുപക്ഷെ ഇനിയും വൈകാൻ തന്നെയാണ് സാധ്യത. നേരത്തെയൊക്കെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് സമയ മാറ്റമുണ്ടാകും, സമയദൈർഘ്യമുണ്ടാകും. VSന്റെ ഈ വിലാപയാത്ര അദ്ദേഹത്തിന്റെ ജന്മദേശത്ത് കർമ്മദേശം പിന്നിട്ട് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് എത്താൻ ഇനിയും സമയം വൈകിയേക്കാം. ആ രീതിയിലുള്ള ജനസഹസ്രമാണ്, ജനസഞ്ചയമാണ്, ജനങ്ങളുടെ ഒരു കൂട്ടമാണ് ഇവിടെ VSന് അന്തിമോപചാരം അർപ്പിക്കാൻ നിൽക്കുന്നത്. ആ VSന്റെ വാഹനത്തിന് മുന്നിൽ CPMന്റെ നേതാക്കളുടെ മറ്റു വാഹനങ്ങളുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ആലപ്പുഴയിലേക്ക് എത്തുകയാണ്. അങ്ങനെ എല്ലാവരും തങ്ങളുടെ പ്രിയ സഖാവിനെ യാത്രയാക്കാൻ, തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ാണ്. അങ്ങനെ VS എന്ന വിപ്ലവ നക്ഷത്രം, VS എന്ന വിപ്ലവ താരകം കേരളത്തോട്, കേരള രാഷ്ട്രീയത്തോട് വിട പറയുകയാണ്. ഒരിക്കലും ഒരു നേതാവിനും കിട്ടാത്തത്ര സ്നേഹവായ്പ, ആവേശോജ്വലമായ യാത്രയയപ്പാണ് VS എന്ന നൂറ്റാണ്ടിന്റെ നേതാവിന്, നൂറ്റാണ്ടിന്റെ കമ്മ്യൂണിസ്റ്റിന്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കൾ ഒരാൾക്ക് നൽകുന്നത്. ആ ഒരു ആദരവാണ് ഇന്ത്യൻ രാഷ്ട്രീയം അദ്ദേഹത്തിന് നൽകുന്നത്. അവിടെ CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഉള്ള ഭേദമില്ല. കാരണം VS അത്രയധികം ആഘോഷിക്കപ്പെട്ട നേതാവാണ്. VS അത്രയധികം ബഹുമാനിക്കപ്പെട്ട നേതാവാണ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുതൽ ഒരു സാധാരണ നാട്ടുകാരൻ വരെ VSനെ ഇങ്ങനെ യാത്രയാക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ വലിപ്പം തന്നെയാണ്. അദ്ദേഹത്തിന്റെ അമൂല്യമായ രാഷ്ട്രീയ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും അനുയോജ്യമായ യാത്രയപ്പ് തന്നെയാണ് VSന് ഇപ്പോൾ ലഭിക്കുന്നത്. അപർണ, ഇതിനപ്പുറം ഒരു ജനം ഓരോ മിനിറ്റിലും മുദ്രാവാക്യം ഉയർത്തി വിളിച്ചുകൊണ്ട് VSന് ആവേശകരമായിട്ടുള്ള ഒരു ഇടപാട് നടന്നുകൊണ്ടിരിക്കുക. പണ്ടും 16 വയസ്സിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തീപ്പൊരിയാണ്, തീ പടർത്താൻ കഴിയും എന്ന് പറഞ്ഞ് VSനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ P കൃഷ്ണപിള്ളയാണ്. ആ VSന്റെ പോരാട്ട വീര്യം കണ്ടുകൊണ്ടാണ് ഒരിക്കൽ പോലും പാർട്ടിക്ക് കടന്നു ചെല്ലാൻ മടിയുണ്ടായിരുന്ന